ഒരിക്കലും ആ കുട്ടികൾ നരകത്തിൽ പോകില്ല എന്നാണ്. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ ആർക്കാ പറ്റുക എന്നുള്ളതാണ്. പിന്നെ നബി സ്വല്ലല്ലാഹു അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഇന്നഹു ഖദ് മാതലി ഇബ്നാനി. അയാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് 2 മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഫമാ അൻത മുഹദ്ദിസി അൻ റസൂലില്ലാഹി ബിഹദീസിൻ തുതയ്യിബു ബിഹി അൻഫുസനാ അൻ മൗതാന. ആ മരണപ്പെട്ടു പോയ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതാ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞെന്ന എന്തെങ്കിലും ഒരു വാക്ക് സമാധാനത്തിന് വേണ്ടി പറഞ്ഞുതാന്ന്. ഞാൻ പറഞ്ഞുതരാം. സിഗാറുഹും ദആമീസുൽ ജന്ന. ആ ചെറിയ കുട്ടികൾ അവർ സ്വർഗത്തിലെ കിളികളാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലെ മത്സ്യങ്ങളാണ്, അല്ലെങ്കിൽ പൂമ്പാറ്റകളാണ്. ഒക്കെ അർത്ഥം പറയാൻ പറ്റിയൊരു വാക്കാണ് ദആമീസ്. അവരൊരിക്കലും വിട്ടുമാറിപ്പോവാത്ത, അകന്നു പോകാത്ത, സ്വർഗത്തിലെപ്പോഴും ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. യതലഖാ അഹദുഹും അബാഹു. അങ്ങനെ അവിടുന്ന് വാപ്പാനെ കാണും, ഉമ്മാനെ കാണും. ആ സമയത്ത് എന്തായിരിക്കും? ഫയഖുദു ബിസൗബിഹി. അവരെ വസ്ത്രം പോയിട്ട് ആ കുട്ടി പിടിക്കുന്നതാണ്. അല്ലെങ്കിൽ ഔ ഖാല ബിയദിഹി, അല്ലെങ്കിൽ കയ്യിൽ പോയിട്ട് പിടിക്കും. കമാ ആഖുദു അന ബിസ്വനഫത്തിൻ സൗബിക ഹാദാ. ഈ വസ്ത്രത്തിന്റെ കോന്തലയിൽ പിടിച്ച പോലൊരു പിടുത്തം പിടിക്കും. എന്നിട്ടോ ഫലാ യതനാഹാ ഹത്താ യുദ്ഖിലഹു അല്ലാഹു വഅബാഹുൽ ജന്ന. അവനെയും ആ കുട്ടിയെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ആ പിടുത്തം വിടൂല എന്നാണ്. അങ്ങനെ ആ മാതാപിതാക്കളുടെ കോന്തലയിൽ പിടിച്ച ആ കുട്ടികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അവലോകനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ലൈസ ഫീഹിം ഇഖ്തിലാഫുൻ അന്നഹും ഫിൽ ജന്ന. ഈ കുട്ടികൾ സ്വർഗത്തിലാണെന്ന കാര്യത്തിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയേ ഇല്ല എന്നാണ്. എത്ര ഗൗരവമുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ഇനി ബർസഖിലോ? ഇപ്പൊ കുട്ടികളെ എവിടെയുള്ളത്? ബർസഖിലാണ്, ഖബറിലാണ്. അവിടെയും അവർ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതിലേറെ നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കൾ, ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ ചിന്തിക്കുക? ഈ കുട്ടിയൊക്കെ വളർന്നു വന്നാൽ അതെനിക്ക് എത്ര ഉപകാരമായിരിക്കും എന്നല്ലേ ചിന്തിക്കാം. എന്നാൽ ആ കുട്ടികളെ കൊണ്ട് കിട്ടുന്ന ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കുന്ന കുട്ടികളെ കൊണ്ട് കിട്ടാത്ത ഉപകാരമാണ്. അതെന്താ ഉപകാരം? ആ കുട്ടികൾ പാപമില്ലാത്തവരാണ്, അവർക്ക് പൊറുക്കലിനെ തേടേണ്ട ആവശ്യങ്ങളില്ല, എന്തായാലും പൊറുക്കലിനെ തേടാന്നുള്ളൂ. മനസ്സിലായി? ആ കുട്ടികൾ സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തുമ്പോൾ 10, 70, 80 കൊല്ലം ജീവിച്ച മാതാപിതാക്കൾക്ക് അവിടേക്ക് എത്താൻ യോഗ്യത ഉണ്ടാവില്ല. അതിനുള്ള അതിന് മാത്രം തെറ്റുകൾ അവർ ചെയ്തിട്ടായിരിക്കും. എന്നാൽ ആ കുഞ്ഞു മക്കൾ ഇരിക്കുന്ന സ്വർഗ പദവിയിലേക്ക് ഈ മാതാപിതാക്കൾ എത്താൻ ആ മക്കൾ കാരണമാവുന്നു. അത്ര ഉപകാരം ദുനിയാവിൽ മക്കളെ കൊണ്ട് കിട്ടുമോ? അത്ര ഉപകാരം മക്കളെ കൊണ്ട് കിട്ടുമോ? ആ കുട്ടികൾ നമ്മളെ കൂടെ ജീവിച്ചിരുന്നാൽ നമുക്ക് അത്ര ഉപകാരം കിട്ടും. എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞ? 3 ആയത്തിൽ പറയുന്നുണ്ട്, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ജന്നാത്തു അദ്നിൻ, ശാശ്വത സ്വർഗ്ഗം, അതിൽ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരിൽ നല്ലവരായിട്ട് അവരുടെ പിതാക്കൾ, അവരുടെ ഇണകൾ, അവരുടെ മക്കൾ, അവരുടെ എല്ലാ വാതിലൂടെയും കയറിപ്പോകാൻ വേണ്ടി മലക്കുകൾ അവിടെ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കും നിങ്ങൾ, അവരെ ഒന്നിച്ച് സ്വർഗത്തിൽ കയറ്റുന്നതാണ്.